ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തോട്ട്സിനെ കുറിച്ചാണ്. ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെയല്ല, ഇത് തിരിച്ച് സംഭവിക്കും എന്ന് പറയുന്ന ഒരു വിചാരമാണ്. അത് പലർക്കും വേട്ടയാടുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ അതിന് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഒരു ആത്മവിശ്വാസക്കുറവ്, അതായത് എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു ആൻസൈറ്റിയാണ് അവിടെ നിലനിൽക്കുന്നത്. അതിൻ്റെ കൂടെ ഭയപ്പാടുകളുണ്ട്. അതായത് ആ ഭയം കാരണവും നമുക്ക് ഒരു നെഗറ്റീവ് തോട്ട്സിലോട്ട് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിൽ എല്ലാം നെഗറ്റീവ് അല്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അച്ചീവ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മൾ അച്ചീവ് ചെയ്ത കാര്യം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നന്മകൾ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റി എന്ന് ഒരു അനാലിസിസ്, ഒരു സെൽഫ് അനാലിസിസ് ചെയ്യുന്നത് തെറ്റില്ല. ഒരു ചെറിയ കാര്യമാവട്ടെ, ഒരു കുഞ്ഞു കാര്യമാവട്ടെ, അത് നമ്മൾക്ക് വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ മനസ്സിലോട്ട് നമ്മൾ തന്നെ കൊണ്ടുവന്ന് ഓക്കെ എനിക്കിത് ചെയ്യാൻ പറ്റുന്നു, അപ്പം ഞാൻ ഐ എം ഗുഡ്, എനിക്ക് എന്നിൽ നന്മയുണ്ട്, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ആ ഒരു പ്രവണതയിലോട്ട് നമ്മൾ തീർച്ചയായിട്ടും എത്തിച്ചേരേണ്ടതാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഭയം എന്ന് പറയുന്ന ഒരു ചെറിയ ഭയം വേണ്ട എന്നുള്ളതല്ല, വേണം. പക്ഷെ അധിക ഭയം, അല്ലെങ്കിൽ നമ്മുടെ ആ ഭയത്തിൻ്റെ പുറകെ പോവുക ഒരിക്കലും വേണ്ട എന്നുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്തായാലും നമുക്ക് ഉടനെ ഒരു സ്റ്റോപ്പ് അവിടെ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. സ്റ്റോപ്പ് കൊടുത്തിട്ട് നമ്മൾ അതിനെ നമ്മളൊന്ന് ഇത് എവിടെ നിന്നാണോ നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്ന് അതിനെ അനാലിസിസ് ചെയ്യുക, എന്നിട്ട് നമുക്ക് സാവകാശം നമുക്ക് പ്രൊസീഡ് ചെയ്താൽ മതി. അതൊരു സ്റ്റോപ്പ് ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുക. പിന്നെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഈ നെഗറ്റീവ് തോട്ട്സ് വരാൻ മറ്റുള്ളവർ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് ഡീമോട്ടിവേഷൻ എന്താണ്? അതായത് അവർ ഒരിക്കലും നമുക്ക് ഒരു 10ൽ 5 പേരോ 7 പേരോ നമുക്ക് സപ്പോർട്ടീവ് അല്ലായിരിക്കാം. നിന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ നീ ചെയ്ത് നോക്കുക, അല്ല അങ്ങനെയൊന്നുമല്ല, അതല്ല ഇതല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെഗറ്റീവ്, അതായത് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ നമ്മുടെ തേടി വരാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു എമോഷണൽ ബൗണ്ടറി, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മളിൽ വരാതിരിക്കുവാൻ ഒരു എമോഷണൽ ബൗണ്ടറി, ഒരു കവചം മനസ്സുകൊണ്ട് നമ്മൾ ഇടുന്നുകൊണ്ട് തെറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലോട്ടത് ഡീപ്പറായിട്ട് കയറി ചെല്ലത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാവരെയും നമ്മുടെ ഗേറ്റിൻ്റെ വെളിയിൽ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ അത് കടത്തുന്നില്ലല്ലോ. ഒരാൾ വരുമ്പോൾ എന്തെന്ന് ചോദിക്കുന്നു, ചിലരെ നമ്മൾ ഗേറ്റിൻ്റെ വെളിയിൽ നിർത്തുന്നു. അങ്ങനെ ആ ഒരു ടെക്നിക്ക് അതും വളരെ നല്ലതാണ്. അവരെന്താണെന്ന് വെച്ചാൽ പറയട്ടെ, എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. നമുക്ക് അതൊരു ഇൻഫീലിങ്സിലോട്ട്, അല്ലെങ്കിൽ നമ്മുടെ താഴ്ത്തുന്ന രീതിയിലുള്ള കാര്യത്തിലോട്ട് വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ വേറൊരു ടെക്നിക്സ് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അതായത് ഒരു ലോങ് ബ്രീത്ത്, അല്ലെങ്കിൽ ഒരു ഡീപ് ബ്രീത്ത് എടുത്ത് പുറത്ത് വിടാം. അങ്ങനെ ഒരു 90 സെക്കൻഡ് നമുക്ക് ചെയ്യുന്നുണ്ട് തെറ്റില്ല. അതായത് ഒരാൾ പറയുന്ന കാര്യം നമ്മുടെ മനസ്സിലോട്ട് കയറി അതൊരു പ്രോസസ്സിങ്ങിലോട്ട് വന്ന് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റിലോട്ട് വരാൻ ഒരു 90 സെക്കൻഡ് എടുക്കും എന്നുള്ളതാണ്. അതിന് 90 സെക്കൻഡ് റൂൾ എന്നൊരു റൂള്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്കൊരാൾ നമ്മളിൽ ഒരു സംഭവം നിങ്ങളെ ഒരു മോശം, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് ഇമ്പാക്റ്റിലോട്ട് കൊണ്ടുപോകാൻ സാധ്യത ഉള്ള ഒരു വാക്ക് അവർ പറയുകയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ശാന്തമായിരിക്കുക. ഒരു 90 സെക്കൻഡ് ഒരു ഡീപ് ബ്രീത്ത് എടുത്ത് മെല്ലെ വിടുക. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. എങ്ങനെ? നമ്മുടെ വേഗസ് നെർവ് അതോടെ സ്റ്റിമുലേറ്റ് ആകും. അത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലുള്ള വേഗസ് നെർവ് നമുക്ക് സ്റ്റിമുലേഷൻ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മളിൽ ഉണ്ടായിരിക്കുന്ന ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നിട്ട് തീർച്ചയായിട്ടും പരിപൂർണമായിട്ടും നമുക്കതിനെ കുറയ്ക്കാൻ സാധിക്കും, ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾക്ക് കാര്യത്തിലൂടെ പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു നെഗറ്റീവ് തോട്ടിൽ നിന്നും രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് യാതൊരു തെറ്റുമില്ല. താങ്ക് യു വെരി മച്ച്.